SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വെള്ളാപ്പള്ളി നടേശനെ ഹൈക്കോടതി നീക്കി. തുടർച്ചയായ 3 വർഷം വാർഷിക കണക്കുകളും റിട്ടേണുകളും സമർപ്പിക്കുന്നതിൽ വീഴ്ച വരുത്തിയതിനാണ് നടപടി. തുഷാർ വെള്ളാപ്പള്ളി ഉൾപ്പെടെ മുഴുവൻ ഭാരവാഹികളും ഹൈക്കോടതി ഉത്തരവോടെ അയോഗ്യരായി. പ്രൊഫസർ MK സാനു ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകിയിരുന്ന SNDP സംരക്ഷണ സമിതി സമർപ്പിച്ച ഹർജി പരിഗണിച്ചാണ് ജസ്റ്റിസ് TR രവി അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. SNDP യോഗത്തിൻ്റെ കണക്കുകൾ സുതാര്യമല്ലെന്നും യഥാസമയം കണക്കുകൾ ഓഡിറ്റ് ചെയ്ത് ഹാജരാക്കുന്നില്ലെന്നുമായിരുന്നു ഹർജിക്കാരുടെ പരാതി. 2013 മുതൽ തുടർച്ചയായി 3 വർഷം വാർഷിക കണക്കുകളും റിട്ടേണുകളും ഓഡിറ്റ് ചെയ്ത് ഹാജരാക്കുന്നതിൽ ഡയറക്ടർ ബോർഡ് വീഴ്ച വരുത്തിയതായി കോടതി കണ്ടെത്തി. കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത സ്ഥാപനമാണ് SNDP യോഗം എന്നതിനാൽ ഓഡിറ്റ് ചെയ്ത കണക്ക് സമർപ്പിക്കൽ നിർബന്ധമാണ്. കണക്ക് ഹാജരാക്കാത്ത SNDP യോഗത്തിൻ്റെ നടപടി കമ്പനി നിയമങ്ങളുടെ ലംഘനമാണെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. രജിസ്ട്രേഷൻ വകുപ്പ് നൽകിയ റിപ്പോർട്ടും കോടതി പരിഗണിച്ചു. വീഴ്ച കണ്ടെത്തിയതോടെ മുഴുവൻ ബോർഡംഗങ്ങളെയും അയോഗ്യരാക്കി കോടതി ഉത്തരവിടുകയായിരുന്നു. വെള്ളാപ്പള്ളി നടേശനെ കൂടാതെ പ്രസിഡന്റ് MN സോമൻ, വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി എന്നിവരും മുഴുവൻ ഡയറക്ടർ ബോർഡ് അംഗങ്ങളും അയോഗ്യരായി. ഇതോടെ യോഗത്തിന് പുതിയ ഡയറക്ടർ ബോർഡിനെ നിയമിക്കാനും കോടതി നിർദ്ദേശിച്ചു. കൈരളി ന്യൂസ്, കൊച്ചി.